ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇപ്പോൾ ഇലക്ഷൻ ടൈമാണ്, ഇന്ത്യയിലൊട്ടാകാം ഇലക്ഷൻ നടക്കുന്നു, കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പ്രധാനമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നമ്മുടെ പാർലമെൻറ്റിലേക്ക്, ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് 5 വർഷം കൂടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുത്തും അല്ലെങ്കിൽ തിരഞ്ഞെടുക്കാതെയും നമ്മുടെ നാട്ടിൽ നിന്നും പലയിടത്തും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും നമ്മൾ ആളയക്കുന്നുണ്ട്. ഇതുവരെ എന്തിനാണ് നമ്മൾ സാധാരണ അയക്കാറ്? നമ്മൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാർലമെൻറ്റിൽ പോയി സംസാരിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ നമ്മൾ കണ്ടുവരുന്ന എന്താണ്, നമ്മുടെ ഇടതും വലതും നടുവും എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കപ്പെടുന്ന വിഭാഗങ്ങളെല്ലാം തന്നെ അവിടെ പോയി എൻജോയ് ചെയ്ത് കുറേ വോക്കൗട്ട് ചെയ്തു, കുറേ സമരങ്ങൾ നടത്തി, അങ്ങനെ പോരുന്നതാണ് നമ്മൾ കാണാറുള്ളത്. നമ്മൾ ഇതുവരെ നമുക്ക് വേണ്ടി സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടാവും, പക്ഷേ കോമൺ ആയിട്ട് ഒരു സാധാരണ പൗരന്, നാട്ടിലുള്ള ഒരു സാധാരണ പൗരന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരാളെ നമുക്കിവിടെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാൽ ഇപ്പം ഇന്ത്യയിലെ ഒരു സംഭവം നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഭയങ്കര അത് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. പാർലമെൻറ്റിൽ അംഗമായ ആം ആദ്മി പാർട്ടിയുടെ പഞ്ചാബിൽ നിന്നുള്ളൊരു മെമ്പറുണ്ട്. പുള്ളിയുടെ പേരാണ് രാഘവ് ചദ്ദ. പുള്ളിക്ക് 35 വയസ്സാണ് പ്രായം. ഇതുപോലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യൻ നമ്മൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ല കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വേറെ ആരെങ്കിലും ഇതേ കാര്യങ്ങൾ നമുക്ക് വേണ്ടി, സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. കാരണം എൻ്റെ അറിവില്ലായ്മയായിരിക്കാം ചിലപ്പോൾ. പക്ഷേ ഞാൻ ഇപ്പോൾ കണ്ട ഒരു വ്യക്തമായ കാര്യം പറയുകയാണെങ്കിൽ, പുള്ളിയെ പോലൊരു മനുഷ്യൻ ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ പുള്ളി സംസാരിച്ച് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങളാണ്. നമുക്കതൊന്നും, നമ്മൾ ജനറലി ചിന്തിക്കുമ്പോൾ പോലും അതൊന്നും ഒരു വലിയ സംഭവമായിട്ട് നമുക്ക് തോന്നാറില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ എയർപോർട്ടിൽ യാത്ര ചെയ്യുന്നവരാണ്. അതെ, അപ്പം അവിടെ നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ലഗേജ് ഓരോ ടിക്കറ്റിനും ഇത്ര കിലോ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ 1 കിലോ കൂടിപ്പോയാൽ പോലും നമുക്ക് നല്ലൊരു തുക അതിന് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുണ്ട് അല്ലേ. എന്നാൽ അത് ഫ്ലൈറ്റുകൾ ഡിലേ ആവുന്നു, 4 hours 5 hours ഒക്കെ ഡിലേ ആവുന്നു. എന്നെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ഡിലേക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോമ്പൻസേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ? അപ്പം അത് ലഭ്യമാക്കണം, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് അത് ലഭ്യമാക്കണം എന്ന് പുള്ളി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ എയർപോർട്ടിൽ നോക്കുമ്പോൾ നമുക്ക് അവിടെ സ്നാക്സും കോഫിയും ചായയും ഒക്കെ കിട്ടും. എന്നാൽ അവിടുത്തെ റേറ്റ് നോക്കിയാലോ, ഇപ്പോൾ നമ്മുടെ ടിക്കറ്റിൻ്റെയൊക്കെ റേറ്റ് കുറച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ സാധാരണക്കാർ അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഫ്ലൈറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അകത്ത് പോയിട്ട് നമുക്കൊരു ചായ കുടിക്കണം അല്ലെങ്കിൽ ഒരു സ്നാക്ക് കഴിക്കണം എന്ന് വിചാരിച്ചാൽ എത്ര എമൗണ്ടാണ് നമുക്ക് കൊടുക്കുന്നത്? പുറത്ത് 20-30 രൂപയ്ക്ക് കിട്ടുന്ന ഒരു സംഭവങ്ങൾ എയർപോർട്ടിനകത്ത് വരുമ്പോൾ അത് 150 200, അതായത് 10-15 ഇരട്ടിയൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. അപ്പം അത് നിർത്തലാക്കണം എന്നുള്ളൊരു ആവശ്യം പുള്ളി ഉന്നയിച്ചു പാർലമെൻറ്റിൽ. അതാണ് രണ്ടാമത്തെ കാര്യം. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം നാട്ടിലെ ഈ ഓൺലൈൻ ഡെലിവറി, സ്പെഷ്യലി ഫുഡ് ഡെലിവറി നടത്തുന്നവരെ അറിയാം. ഇവരൊക്കെ 10 മിനിറ്റ് ഡെലിവറി ഷുവർട്ട് ചെയ്യുന്നുണ്ട്. 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഡെലിവറി കിട്ടും. അതാണ് അവരുടെ പരസ്യങ്ങൾ കൂടുതലും. അപ്പോൾ സാധാരണക്കാരെ എല്ലാവരും നമ്മൾ ചിന്തിക്കുന്നത് എന്താ, പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു സംഭവം 10 മിനിറ്റ് കൊണ്ട് ഡെലിവറി ചെയ്യണം എന്ന് കണ്ടുകൊണ്ട്, നമുക്കറിയാം നഗരങ്ങളിലെ ട്രാഫിക് അറിയാം. ഇതിനിടയിൽ കൂടി ഈ ഡെലിവറി ബോയ്സ് പാഞ്ഞ് പറിച്ചായിരിക്കും ചെല്ലുന്നത് അല്ലേ. അപ്പം അവർക്കൊപ്പം ആ ഒരു സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹം അവർക്കൊപ്പം യാത്ര ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ പുള്ളിയുടെ സൈറ്റിലൊക്കെ വൈറലായിരുന്നു. പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊരു സംഭവം. അപ്പോൾ അത് നടത്തിയിട്ട് അവിടെ പോയി അതിനെപ്പറ്റി സംസാരിച്ചു. അത്രയും ആ 10 മിനിറ്റ് എന്നുള്ള ആ ഷുവറിറ്റി നമ്മൾ ഒരിക്കലും സംഭവിക്കാൻ പറ്റത്തില്ല. കാരണം ഇവർക്ക് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത് പുള്ളി പറഞ്ഞു. പിന്നെ സാധാരണക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫിംഗർ പ്രിൻ്റ് കൊണ്ട് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം. കാരണം നമുക്കറിയാം നാട്ടിൽ ഇപ്പം A to Z കാര്യങ്ങൾ, ഏറ്റവും ചെറുത് കാര്യങ്ങൾ, അതായത് റേഷൻ കടയിൽ നമ്മൾ അരി മണ്ണെണ്ണ ഒക്കെ മേടിക്കുന്നത് മുതൽ നമ്മൾ സിം കാർഡ് എടുക്കുന്നു, പാസ്പോർട്ട് അപ്ലൈ ചെയ്യുന്നു, പാസ്പോർട്ടിന് വേണ്ടിയിട്ട് പോകുന്നു, എല്ലായിടത്തും നമ്മൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ. എന്നാൽ എന്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് വോട്ട് ചെയ്തുകൂടാ? അതിനെപ്പറ്റിയാണ് പുള്ളി മറ്റൊരു കാര്യം അവതരിപ്പിച്ചത്. അതൊരു നല്ല കാര്യമല്ലേ? കാരണം ഒരു കള്ളവോട്ടൊന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. അങ്ങനെയാണ് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇത്രയും ടെക്നോളജി നമ്മൾ പുരോഗമിച്ചു. അപ്പോൾ പിന്നെ ഫിംഗർ പ്രിൻറ്റ് കൊണ്ട് നമുക്ക് എന്തുകൊണ്ട് വോട്ട് ചെയ്താൽ അതൊന്ന് അവതരിപ്പിച്ചു പാർലമെൻറ്റിൽ. അതൊരു സംഭവം. ഓക്കെ. പിന്നെ വേറൊന്നെന്ന് പറയുന്നത്, നമുക്കറിയാം ടെലിഫോൺ റീചാർജിൻ്റെ സംഭവം. നമ്മളൊക്കെ റീചാർജ് ചെയ്യുമ്പോൾ നമുക്ക് വാലിഡിറ്റി നമുക്ക് കിട്ടുന്ന എത്ര ദിവസമാണ്? 28 ദിവസമാണ്. ആകെപ്പാടെ നമുക്ക് 28 ദിവസം എന്ന് പറയുന്നത് ഒരു മാസത്തിൽ 31 ദിവസമുണ്ട്, 30 ദിവസമുണ്ട്. അപ്പം 3-2 ദിവസങ്ങളൊക്കെ ഓരോ മാസത്തെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊരു കൺക്ലൂഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ 12 മാസം, അതായത് ഒരു വർഷത്തിൽ 12 മാസം റീചാർജ് ചെയ്യുന്നതിന് പകരം നമ്മൾ 13 മാസമാണ് റീചാർജ് ചെയ്യുന്നത്. അതെന്തിനാണ്? അതിനെതിരെ പ്രസിഡന്റ് സംസാരിച്ചു. അതുപോലെ തന്നെ നമ്മളെ ഈ ഓഫറുകൾ വരുന്നുണ്ടല്ലോ, ഡെയിലി ഓഫറുകൾ നമുക്ക് GB കിട്ടാറുണ്ട്. ഇപ്പം എല്ലായിടത്തും എല്ലാ ടെലികോം കമ്പനികളും നമുക്ക് ഓഫർ ചെയ്യുന്നത് പെർ ഡേ GB കണക്കിലാണ്. ഇപ്പം 100 GB അല്ലെങ്കിൽ 50 GB 25 GB whatever. അപ്പോൾ അതിന് നമ്മൾ ആരും തന്നെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള GB നമ്മൾ യൂസ് ചെയ്യാറില്ല. എന്തുകൊണ്ട് ഈ എക്സ്ട്രാ വരുന്ന GB നെക്സ്റ്റ് ഡേയിലേക്ക് നമുക്ക് ക്യാരി ഓവർ ആവുന്നില്ല, അല്ലെങ്കിൽ നെക്സ്റ്റ് മന്തിലേക്ക് ക്യാരി ഓവർ ആവുന്നില്ല എന്നുള്ളൊരു ചോദ്യം പുള്ളി ഉന്നയിച്ചു. ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് പുള്ളി സംസാരിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം പുള്ളിയെ ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളെന്ന രീതിയിൽ ആം ആദ്മി പാർട്ടി അവിടെ നിലനിർത്തേണ്ടതിന് പകരം പുള്ളീനെ ആ ഒരു സംസാരിക്കാനുള്ള അതോറിറ്റി ആം ആദ്മി തന്നെ ലെറ്റർ അയച്ച് പിൻവലിച്ചിരിക്കുകയാണ്. പാർലമെൻറ്റിൽ നിന്ന് ആം ആദ്മി തന്നെ ആ ലെറ്റർ അയച്ച് ആ ഒരു പ്രിവിലേജ് പിൻവലിച്ചിരിക്കുന്നു. കാരണം എന്താണ്? അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാൻ പറ്റും, ഇവർക്കെതിരെ എല്ലാം സംസാരിക്കുന്നത് വലിയ കോർപ്പറേറ്റുകൾക്കെതിരെയുള്ള സംസാരമാണ്. ഇതൊന്നും ആർക്കും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം അതിനെതിരെ
അതായത് പാർലമെൻറ്റിൽ നിന്നും ആ ഒരു പദവി ഒഴിവാക്കി ആം ആദ്മി പാർട്ടി ചെയ്തതിനെതിരെ പുള്ളി ഒരു വീഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് പുള്ളിയുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാ പ്ലാറ്റ്ഫോമിൽ. ഏകദേശം 14 മില്യണോളം ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. അപ്പോൾ തന്നെ പുള്ളിയുടെ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാം, യൂത്താണ്. അപ്പോൾ നമുക്കിനി ആ ഒരു വീഡിയോ കൂടെ കണ്ടിട്ട് വരാം. नमस्कार साथियों, कल से मेरे खिलाफ एक स्क्रिप्टेड कैंपेन चलाया जा रहा है. सेम भाषा, सेम बातें, सेम आरोप. ये कोई कोइंसिडेंस नहीं है, बल्कि एक कोऑर्डिनेटेड अटैक है. पहले मैंने सोचा कि मुझे इसका जवाब नहीं देना चाहिए. फिर लगा कि कहीं एक झूठ को 100 बार बोला जाए तो कुछ लोग मान ना रहे, इसलिए मैंने सोचा कि जवाब दूं. आम आदमी पार्टी ने 3 आरोप लगाते हुए ये कहा कि इन 3 आरोपों की वजह से हम राघव चड्ढा को पार्लियामेंट में बोलने का मौका नहीं देंगे. राघव चड्ढा के पार्लियामेंट में बोलने पर रोक इसलिए लगाई गई क्योंकि उन्होंने ये 3 गलतियां करी. मैं एक एक करके इन तीनों पर आपसे बात करना चाहूँ. സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളിനെ പുറത്താക്കിയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ ഒരു സംഭവത്തിൽ നിന്ന് അതിനുള്ള റീസൺ ആം ആദ്മി പാർട്ടി 3 കാര്യങ്ങൾ വെച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനെപ്പറ്റി പുള്ളി 1 by 1, അതായത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പുള്ളിനെ ആ ഒരു പൊസിഷനിൽ നിന്ന് മാറ്റാൻ ആം ആദ്മി പാർട്ടി തീരുമാനമെടുത്തതിനെ പറ്റിയാണ് പുള്ളി സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കൊന്ന് कि जब ऑपोजिशन पार्लियामेंट से वॉकआउट करता है, सदन से वॉकआउट करता है, तो राघव चड्ढा वहीं बैठे रहते हैं, वो वॉकआउट नहीं करते. ये सरासर झूठ है, सफेद झूठ. मैं चुनौती देता हूं, एक इंस्टेंस, एक दिन ऐसा बताइए जब ऑपोजिशन ने वॉकआउट किया हो और मैंने उनका साथ ना दिया हो, मैं साथ में वॉकआउट नहीं किया हो. और पार्लियामेंट में तो हर जगह सीसीटीवी कैमरा है, आप सीसीटीवी कैमरा निकाल कर दिखा दीजिए, दूध का दूध और पानी का पानी हो जाए. दूसरा आरोप लगा. അപ്പം ഒന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞ് പുള്ളി പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഓപ്പോസിഷൻ പാർട്ടികൾ, അപ്പോൾ അതായത് ഇപ്പം BJP ഭരിക്കുന്നു, ബാക്കി ഓപ്പോസിഷൻ ഇന്ത്യ മുന്നണികളാകാം അല്ലെങ്കിൽ ഏതെങ്കിലും ആയിക്കോട്ടെ, അപ്പോൾ ഓപ്പോസിഷൻ പാർട്ടി വോക്കൗട്ട് ചെയ്യുമ്പോൾ, അതായത് പാർലമെൻറ്റിൽ ഭരണപാർട്ടി നടത്തുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എതിരെ പറഞ്ഞുകൊണ്ട് വോക്കൗട്ട് ചെയ്യുമ്പോൾ പുള്ളി പോകാതെ അവിടെ തന്നെ ഇരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പുള്ളി തന്നെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഒരിക്കൽ പോലും അങ്ങനെ ആ ഒരു സംഭവം നടന്നിട്ടില്ല, നിങ്ങൾക്ക് അവിടുത്തെ CCTV ക്യാമറകൾ പരിശോധിക്കാം, അപ്പോൾ പിന്നെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് പറയുന്നുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനിയിപ്പോൾ രണ്ടാമത്തത് നമുക്ക് നോക്കാം എന്താ പറയുന്നത്. कि राघव चड्ढा ने चीफ इलेक्शन कमिश्नर के इंपीचमेंट मोशन पर, यानी कि मुख्य चुनाव आयुक्त को हटाने वाली जो याचिका थी, उस पर साइन करने से मना कर दी. दूसरा सफेद झूठ. ना मुझे आम आदमी पार्टी के किसी भी नेता ने इस मोशन पर साइन करने के लिए कहा, ना औपचारिक तौर पर कहा, ना अनौपचारिक तौर पर कहा. और आम आदमी पार्टी के राज्यसभा में कुल 10 सांसद हैं, जिनमें से 6 या 7 सांसदों ने इस मोशन पर खुद ही साइन नहीं किया. तो भला इसमें मेरी क्या गलती? खाली सारा दोष मुझ पर ही क्यों बढ़ा जा रहा है? और इस मोशन के लिए राज्यसभा में कुल 50 सिग्नेचर चाहिए होते हैं, यानी कि 105 विपक्षी सांसदों में से मात्र 50 सिग्नेचर से ये याचिका पूरी हो जाती. അപ്പം രണ്ടാമത്തെ സംഭവം എന്ന് പറഞ്ഞാൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മാറ്റാൻ വേണ്ടിയിട്ട് അവർ ഇംപീച്ച്മെൻറ്റ് നടത്തി, അതായത് പാർലമെൻറ്റിൽ. അപ്പം അതിന് അനുകൂലമായിട്ട് പുള്ളി വോട്ട് ചെയ്തിട്ടുള്ളതാണ്. പുള്ളി പറയുന്നത് ആം ആദ്മി പാർട്ടിയോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും അതിന് ഉത്തരവാദിത്തപ്പെട്ടവരോ അതിന് അങ്ങനെ ഒരു സംഭവം ചെയ്യണമെന്നുള്ള കാര്യം ഒന്നും അത് അറിയിച്ചിട്ടില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുടെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം 10 പേരോളം അവിടെയുണ്ട്. അതിനകത്തെ 6 or 7 പേര് മാത്രമാണ് ഇതിന് ചെയ്തത്. എന്നിട്ടും പുള്ളിയെ മാത്രമാണ് കുറ്റപ്പെടുത്തുന്നത്. അതെന്തിനാണെന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇതും വ്യക്തമായ ഒരു കള്ളത്തരം എന്ന് തന്നെയാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ എന്താ സംഭവം നോക്കാം. इतना श्योर क्यों? और तीसरा आरोप जो मुझ पर लगाया गया वो ये था कि राघव चड्ढा डर गए हैं और इसलिए वो बेकार मुद्दे उठाते हैं. पहली बात मैं बता दूं कि मैं पार्लियामेंट में शोर मचाने, चीखने, चिल्लाने, माइक तोड़ने या गाली देने नहीं गया. मैं वहां पर जनता के मुद्दे उठाने गया हूं, लोगों की बात करने गया हूं. और मैंने कौन सा मुद्दा नहीं उठाया? मैंने GST से लेकर इनकम टैक्स की बात करी, पंजाब के पानी से लेकर दिल्ली की हवा का मुद्दा उठाया, हमारे सरकारी स्कूलों की हालत से लेकर कैसे पब्लिक हेल्थ केयर इंस्टीट्यूशंस को मजबूत किया जाए, इंडियन रेलवेज में जो पैसेंजर्स ट्रैवल करते हैं उनकी समस्याएं रखी, यहां तक कि मेंस्ट्रुअल हेल्थ, एक ऐसा मुद्दा जिसके बारे में लोग बात करने से कतराते हैं, वो बातें तक रखी. बेरोजगारी से लेकर महंगाई तक तमाम मुद्दे उठाए. आप मेरे 4 साल का पार्लियामेंट का ट्रैक रिकॉर्ड उठाकर देख लीजिए. और मैं അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പുള്ളിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് പുള്ളി പേടിച്ച് പാർലമെൻറ്റിൽ ഒന്നും മിണ്ടാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. പുള്ളി തന്നെ പറയുന്നു പല കാര്യങ്ങളും, ഞാൻ ഓൾറെഡി പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ പല കാര്യങ്ങളും പുള്ളി ഇപ്പോൾ എടുത്ത് പറയുന്നത് ഇന്ത്യൻ റെയിൽവേയിൽ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഇൻകം ടാക്സിന് എതിരെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ആരും പറയാൻ ആഗ്രഹിക്കാത്ത സ്ത്രീകളുടെ ആർത്തവ സമയത്തുള്ള പ്രശ്നങ്ങളെ പറ്റിയും വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് 4 വർഷമാണ് ഞാൻ ഇരുന്നത്, ആ സമയത്തെല്ലാം ഞാൻ ഇതുപോലെ എല്ലാത്തിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് അവരങ്ങനെ പറയുന്നത് എന്നാണ് പുള്ളി ചോദിക്കുന്നത്. അതിനൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നൊരു സംഭവമാണ്, നിയമസഭയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ വലിച്ചു പറിച്ച് എറിയുക. പല കണ്ടിട്ടുണ്ടല്ലോ നമ്മൾ, ചാടിക്കയറി സ്പീക്കറുടെ ഡയസിൽ കയറി എല്ലായിടത്തും എറിയുക. അങ്ങനെ ഒന്നും ചെയ്യാനായിട്ടല്ല ഞാൻ പോകുന്നത്, ഞാൻ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ മാത്രമാണ് പോകുന്നത്. കാരണം അത് ചെയ്യാത്തതിനാണോ ഇവരൊക്കെ എതിർക്കുന്നതാണ് പുള്ളി ചോദിക്കുന്നത്. अंत में मैं बस इतना कहना चाहता हूं कि जो लोग आज मुझ पर आरोप लगा रहे हैं, झूठे आरोप लगा रहे हैं, कि हर झूठ को बेनकाब किया जाएगा और हर सवाल का जवाब दिया जाएगा, क्योंकि मैं घायल हूं, इसीलिए घातक हूं. जय हिंद. അപ്പം പുള്ളി പറഞ്ഞു വെക്കുന്നത് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ള കള്ളമാണ്.
എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കാർ പോലും ഇതിന് വേണ്ടിയിട്ട് പുള്ളിയെ ഇങ്ങനെ ആരോപിച്ച് മാറ്റി നിർത്തുന്നതെന്ന് മനസ്സിലാകുന്നില്ല. നല്ലവർക്ക് വേണ്ടി നല്ലത് സംസാരിക്കാനായിട്ടുള്ള ഒരു നേതാവിനെ പോലും എന്തുകൊണ്ടാണ് പാർലമെൻറ്റിൽ നിന്നും അല്ലെങ്കിൽ നല്ലൊരു പാർട്ടിയായ ആം ആദ്മി പോലും, ഞാൻ പോലും വിശ്വസിച്ചിരുന്നു ആം ആദ്മി പാർട്ടി നല്ലതാണ്, അത് അരവിന്ദ് കെജ്രിവാൾ നല്ലതാണ്, ഇപ്പോഴും പുള്ളീനെയും കള്ളക്കേസിൽ പിടിച്ചാണ് അകത്തിട്ടത്. പക്ഷേ ഇപ്പം അവർ പോലും ഇത്രയും നല്ലതായിട്ട് പാവങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവിനെ മാറ്റി നിർത്തുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ റീസൺ? എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയും മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ സ്വന്തം പാർട്ടിക്കെതിരെയുള്ള വെളിപ്പെടുത്തലുകളും അല്ലെങ്കിൽ അവർക്കെതിരെ ഈ ഒരു ആരോപണങ്ങൾ ഉന്നയിക്കൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം പുള്ളി അത്രയും ഇതായിട്ടാണല്ലോ പറയുന്നത്. അപ്പോൾ 1-2 കാര്യങ്ങൾ ഈ ആം ആദ്മി ഇപ്പം ഇതിനെതിരെ ചെയ്യാനുള്ള കാര്യങ്ങളായിട്ട് പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, നമ്മുടെ അരവിന്ദ് കെജ്രിവാൾ ലീഡറായ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത സമയത്തൊക്കെ അതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഇവരുടെ എംപിമാരും MLA മാരും ഒക്കെ നടന്നപ്പോൾ ഇദ്ദേഹം പുള്ളിയുടെ എന്തോ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് മാറി നിന്നു എന്നുള്ളതാണ് ഒരു റീസൺ. പിന്നെ വീണ്ടും അരവിന്ദ് കെജ്രിവാൾ തിരിച്ചു വന്നിട്ട് ഒരു ഭരണ പാർട്ടിക്കെതിരെ ഒരു പ്രതിഷേധം നടത്തിയപ്പോൾ അതിലും പുള്ളി അംഗമായിരുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു വെക്കുന്നത്. അതൊക്കെ ആയിരിക്കാം ഒരു റീസൺ എന്ന് പറയുന്നത്. എന്താണേലും ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇത്രയും നല്ല സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവിനെ ഇത്രയും തരം താഴ്ത്തി മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. ഇദ്ദേഹം പാർലമെൻറ്റിൽ മെമ്പർ അല്ലെങ്കിൽ പോലും പുള്ളിയുടെ സോഷ്യൽ മീഡിയ വഴിയും അല്ലെങ്കിൽ മറ്റ് രീതികളിലും പുള്ളി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ കേരളത്തിലുള്ളവർക്ക് ഈ പുള്ളിനെ അധികമൊന്നും അറിയത്തില്ല. ഇപ്പം മാത്രമാണ് ന്യൂസുകൾ വന്നു തുടങ്ങിയത്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള മുന്നോട്ടുള്ള വീഡിയോസും കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.